ഹോളിവുഡ് കേവലം വിനോദ വ്യവസായത്തിനപ്പുറം അമേരിക്കൻ സോഫ്റ്റ് പവറിന്റെ നിശബ്ദ ആയുധപുരയാണ്. CIA തങ്ങളുടെ തന്ത്രപരമായ ലക്ഷ്യങ്ങൾക്കു വേണ്ടി വെള്ളിത്തിരയെ ഒരു ആയുധമാക്കി ഉപയോഗിക്കുന്നു. ലോക മനസ്സാക്ഷിയെ സ്വാധീനിക്കാനും ഭൗമരാഷ്ട്ര അജണ്ടകൾ പ്രചരിപ്പിക്കാനും സിനിമ ഒരു പ്രത്യക്ഷ മാർഗമാണ്. ശീതയുദ്ധം അതിന്റെ രാഷ്ട്രീയ പോരാട്ടങ്ങളിൽ കൊടുമ്പിരി കൊണ്ടിരിക്കുമ്പോൾ കമ്മ്യൂണിസ്റ്റ് വിരുദ്ധ ചിന്താഗതി സമൂഹത്തിൽ വ്യാപിപ്പിക്കാൻ CIA റെഡ് മെനസ് പോലുള്ള സിനിമകൾ രഹസ്യ ആയുധമാക്കി. ടോപ്പ് ഗൺ, ട്രാൻസ്ഫോർമർ പോലുള്ള സിനിമകൾ പെന്റഗണിന്റെ സോഫ്റ്റ് പവറിന്റെ ഭാഗമായി യുദ്ധാധിപത്യത്തെ സ്വാഭാവികവൽക്കരിച്ചു. ആധുനിക യുദ്ധോപകരണങ്ങളും സൈനിക നടപടികളും വെള്ളിത്തിരയിൽ ആകർഷകമായി അവതരിപ്പിക്കപ്പെട്ടപ്പോൾ സൈനിക മേധാവിത്യം സമൂഹത്തിൽ അംഗീകരിക്കപ്പെട്ടു. കോൾ ഓഫ് ഡ്യൂട്ടി, ബാറ്റിൽ ഫീൽഡ് പോലുള്ള വീഡിയോ ഗെയിമുകൾ ഭൗമരാഷ്ട്രപരമായ സാഹചര്യങ്ങൾ പുനരാവിഷ്കരിക്കുന്നതിനുള്ള അഥവാ സിമുലേഷൻ ഉപാധികളായി പരിണമിച്ചു. ഈ ഗെയിമുകൾ യുദ്ധത്തെയും താലിബാനെയും മിഡിൽ ഈസ്റ്റിലെ സൈനിക മുന്നേറ്റങ്ങളെയും വിനോദത്തിന്റെ മറവിൽ പൊതുജനബോധത്തെ ശ്രദ്ധാപൂർവം സ്വാധീനിച്ചു.